ലോലാപാംഗേ സുശീലേ നിരുപമവരദേ പർവത പൈതലാളേ സ്ഥൂലോത്തുംഗേ സുഭദ്രേ ശിവനുടെ പകുതിക്കാഹമേ വിശ്വവന്ദ്യേ ആളിടും ഭക്തിയോടെ തവ പദനളിനം താണു കൂപ്പുന്നിതാ ഭൂപാലേലീലേ വസിക്കൻ മനസ്സി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവന്മാരും ചന്ദ്രചൂഡനും ദാനവന്മാരുമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള യുദ്ധം. അതിൽ ചന്ദ്രചൂഡൻ്റെ വേലിൻ്റെ പ്രഹാരത്താൽ മൂർച്ചയേറ്റു വീണ സ്കന്ദന് മഹാദേവൻ അനുഗ്രഹം കൊടുത്ത്, ശക്തി കൊടുത്ത്, കൂടെ കാളിയെയും നന്ദികേശ്വരന്മാരെയും കൂട്ടി ഇതാ വീണ്ടും യുദ്ധത്തിലേക്ക് അയക്കുന്ന ഭാഗം വരെ നമ്മൾ അവലോകനം ചെയ്ത് നിർത്തി. ഭദ്രകാളിയത ആ രണഭൂമിയിലെത്തി സിംഹനാദം മുഴക്കി. ദേവിയുടെ സിംഹനാദം കേട്ട ദാനവന്മാരെല്ലാം മൂർച്ഛിച്ചു വീണു. അട്ടഹാസം വീണ്ടും വീണ്ടും മുഴക്കി ദേവി. അതേമാതിരി തന്നെ രണഭൂമിയിൽ നിന്നും നൃത്തം ചെയ്തു. ഉഗ്രദംഷ്ട്രയും ഉഗ്രദണ്ഡയും കോടകിയും യോഗിനി ഡാകിനി ഗണങ്ങളും സുരഗണങ്ങളും തുടങ്ങിയവരും മധുപാനം ചെയ്തു. കാളിയെ കണ്ട ശങ്കചൂഡൻ വേഗം രണഭൂമിയിലേക്ക് വന്നു. ദാനവന്മാരാകെ ഭയപ്പെട്ടു. രാജാവ് അവർക്ക് അഭയം നൽകി. അങ്ങനെ ഇതാ പ്രളയാഗ്നി പോലുള്ള അഗ്നിയാസ്ത്രം കാളി പൊഴിച്ചു. ചന്ദ്രചൂഡൻ അതിനെ പർജന്യാസ്ത്രം കൊണ്ട് നിഷ്പ്രയാസം നശിപ്പിച്ചു. വരുണാസ്ത്രം പ്രയോഗിച്ചു. അതിനെ ഗന്ധർവാസ്ത്രം കൊണ്ട് നശിപ്പിച്ചു ചന്ദ്രചൂഡൻ. അഗ്നി ജ്വാല പോലെയുള്ള മഹേശ്വരാസ്ത്രം ഉടനെ കാളി പ്രയോഗിച്ചു. വൈഷ്ണവാസ്ത്രം കൊണ്ട് അതിനെ നശിപ്പിച്ചു ചന്ദ്രചൂഡൻ. നാരായണാസ്ത്രം പ്രയോഗിച്ചു ദേവി. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി ആ ദിവ്യാസ്ത്രത്തെ പ്രണമിച്ചു നിന്നു. പ്രളയാഗ്നി ജ്വാലയ്ക്ക് തുല്യമായ അസ്ത്രം നേരെ മുകളിലേക്ക് പോയി. ശങ്കചൂഡൻ അപ്പോൾ വടിപോലെ ഭൂമിയിൽ വീണ് ഭക്തിപൂർവം അതിനെ വണങ്ങി എന്ന് പറയാണ്. നാരായണാസ്ത്രം പ്രത്യ അസ്ത്രമില്ലാത്തതാണ്. മഹാഭാരത യുദ്ധത്തിലും അവിടെയും നമുക്കത് കാണാൻ കഴിയും. അവസാനം എല്ലാവരും മരിച്ചു പോയ സമയത്ത് അവസാനം ആളില്ലാതെ വന്നപ്പോൾ ദുര്യോധനൻ അശ്വത്ഥാമാവിനെ തൻ്റെ സൈന്യങ്ങളുടെ അധിപനായിട്ട് നിയമിച്ചു, കർണൻ്റെയൊക്കെ മരണത്തിന് ശേഷം. അപ്പോൾ സൈന്യാധിപനായിട്ടുള്ള അശ്വത്ഥാമാവ് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ നാരായണാസ്ത്രം പ്രയോഗിച്ചു എന്നാണ് പറയണത് പാണ്ഡവന്മാരുടെ നേർക്ക്. പ്രത്യസ്ത്രമില്ല. അർജുനന് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. കൃഷ്ണനെ വന്ന് സഹായം തേടി. കൃഷ്ണൻ പറഞ്ഞു, ഹേ അർജുന, ഇതിന് വേറെ മാർഗമൊന്നുമില്ല, നീണ്ടെന്ന് പറഞ്ഞ് നമസ്കരിക്കുക അസ്ത്രത്തിനെ, അത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഭീമൻ ആദ്യമൊക്കെ അസ്ത്രത്തിനെ കൃഷ്ണൻ്റെ വാക്ക് കേൾക്കാതെ കണ്ട് ആ നാരായണാസ്ത്രത്തിനെ എതിർക്കാനൊക്കെ നോക്കി. പക്ഷേ എന്തുകൊണ്ടും എടുക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഗത്യന്തരമില്ലാതെ ഭീമനെ നമസ്കരിച്ചു. അതായത് യുദ്ധം ചെയ്യാൻ വരുന്നവരെ മാത്രമേ നാരായണാസ്ത്രം അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. ആരാണോ അതിനെ നമസ്കരിക്കുന്നത് അവരെ അതൊന്നും ചെയ്യില്ല. അതാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്. എല്ലാവരും അതിനെ നമസ്കരിച്ചപ്പോൾ നാരായണാസ്ത്രം അതാ തിരിച്ച് പോയി എന്നാണ് പറയണത്. അങ്ങനെ പാണ്ഡവന്മാരെയൊക്കെ ഭഗവാൻ നാരായണാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചതായിട്ടുള്ളൊരു കഥ മഹാഭാരത യുദ്ധസമയത്ത് നമുക്ക് കാണാം. അതുതന്നെ അവിടെയും നാരായണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആ ചന്ദ്രചൂഡൻ ചെയ്തത് അതിനെ നമസ്കരിച്ചു. അതുകൊണ്ട് നാരായണാസ്ത്രം കൊണ്ട് ചന്ദ്രചൂഡന് യാതൊരു വിധത്തിലുള്ള
അപാകതയും ഉണ്ടായില്ല. അത് തിരിച്ചുപോയി എന്ന് പറയാണ്. വളരെ പണിപ്പെട്ട മന്ത്രപൂർവം കാളീത ബ്രഹ്മാസ്ത്രം അവൻ്റെ നേർക്ക് വിട്ടു. ബ്രഹ്മാസ്ത്രം കൊണ്ട് അതിനെയും ശമിപ്പിച്ചു എന്നാണ് പറയണത്. ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. അതൊക്കെ ചന്ദ്രചൂഡൻ തൻ്റെ ദിവ്യ അസ്ത്രങ്ങളെ കൊണ്ടടക്കി. യോജന നീളം വരുന്ന വേൽ ശക്തിയോടെ ദേവി അവൻ്റെ നേരെ പ്രയോഗിച്ചു. ആ ദിവ്യാസ്ത്രജാലം കൊണ്ട് അതിനെയും 100 നുറുക്കി വിട്ടു അവൻ. അപ്പോൾ കുപിതിയായി പാശുപതാസ്ത്രമെടുത്ത് തൊടുത്തുവിട്ടു. അതിനെ മന്ത്രിച്ചപ്പോഴേക്കും വിടാനാവാത്തവണ്ണം ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറയണത്. ആ പാശുപതാസ്ത്രം ദേവി എടുത്ത് അവൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഹരിയുടെ മന്ത്രകവചം എത്ര നാളിവൻ ധരിച്ചിരിക്കുന്നുവോ അത്രയും കാലം മഹാത്മാവായ രാജാവിന് ചന്ദ്രചൂഡന് പാശുപതാസ്ത്രത്താൽ മൃത്യു സംഭവിക്കില്ല. ഇവൻ്റെ പത്നി തുളസി എത്ര കാലം സതീത്വം നിലനിൽക്കുന്നുവോ അത്രയും കാലം ഇവന് ജരാമൃത്യുക്കൾ സംഭവിക്കുകയില്ല എന്നാണ് ബ്രഹ്മാവ് ഇവന് വല്ലം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും പ്രയോഗിച്ചതുകൊണ്ട് അവന് യാതൊന്നും സംഭവിക്കില്ല എന്ന് അശരീരി പറഞ്ഞു. ഇത് കേട്ട ഭദ്രകാളി അവൻ്റെ നേർക്ക് അസ്ത്രം പ്രയോഗിച്ചില്ല. വിശപ്പടക്കാൻ വേണ്ടി 1,00,000 ദാനവന്മാരെ ആ ദേവി വിഴുങ്ങി. ഭയങ്കരിയായ കാളി പിന്നെ ശംഖചൂഡനെ വിഴുങ്ങാനായി പാഞ്ഞു ചെന്നു. ആ ദേവിയെ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അവൻ തടഞ്ഞു. തൻ്റെ കയ്യിലുള്ള ഖഡ്ഗം പ്രയോഗിച്ചു ദേവി. ദിവ്യാസ്ത്രം കൊണ്ട് അവൻ അതിനെയും ഖണ്ഡിച്ചു. വിഴുങ്ങാനായി കാളി പിന്നെയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. സർവസിദ്ധികളും സ്വാധീനമായിട്ടുള്ള അവൻ ദാനവേന്ദ്രൻ ആ ഭീകരനായി വളർന്നു. ഭയങ്കരിയായ കാളിദേവി വളരെ വേഗം മുഷ്ടി ചുരുട്ടി കോപത്തോടെ പ്രഹരിച്ച് അവൻ്റെ രഥം തല്ലിത്തകർത്ത് സാരഥിയെയും കൊന്നു. അപ്പോൾ ദേവി അവൻ്റെ നേർക്ക് ശൂലം പ്രയോഗിച്ചു. ശംഖചൂഡൻ അത് ഇടത്തെ കൈകൊണ്ട് അനായാസം പിടിച്ചെടുത്തു. കോപത്തോടുകൂടി മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. അവൻ വട്ടം ചുറ്റി ക്ഷണനേരത്തേക്ക് മൂർച്ഛിച്ചു വീണു. പിന്നെ ബോധം തെളിഞ്ഞ പരാക്രമശാലിയായ അവൻ എഴുന്നേറ്റ് ദേവിയുടെ മഹായുദ്ധത്തിന് അവൻ ഒരുങ്ങി നിന്നു. പിന്നീട് എന്തോ അവളെ പ്രണമിക്കുകയാണ് ചെയ്തത് എന്നാ പറയണത്. ആ ദേവിയെ പ്രഹരിച്ച ഓരോ അസ്ത്രവും അവൻ മുറിച്ചു കളയുകയോടെ സ്വന്തം തേജസ്സുകൊണ്ട് ഗ്രഹിക്കുകയോ ചെയ്തു. ദേവിയുടെ നേർക്ക് വൈഷ്ണവനായ അവൻ മാതൃഭക്തി നിമിത്തം ഒരസ്ത്രവും പ്രയോഗിച്ചില്ല എന്നിവിടെ പറയുന്നുണ്ട്. ആ ദാനവനെ എടുത്ത് വീണ്ടും വീണ്ടും വട്ടം ചുറ്റി കോപത്തോടുകൂടി മുകളിലേക്ക് അതിവേഗം എറിഞ്ഞു. ശംഖചൂഡൻ മുകളിൽ നിന്ന് താഴേക്ക് വീണു. വീണ ഉടൻ തന്നെ എഴുന്നേറ്റ ഭദ്രകാളിയെ വീണ്ടും നമസ്കരിച്ചു. മനോഹരമായിട്ടുള്ള വിമാനത്തിൽ സന്തോഷം കയറി. എന്നാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല അവൻ. വിശപ്പടക്കാനായി ദേവി ദാനവന്മാരുടെ രക്തമെല്ലാം പാനം ചെയ്തു. അവരുടെ ശരീരങ്ങളെയെല്ലാം വിഴുങ്ങി. അങ്ങനെ ആ ദേവി ഭദ്രകാളി ശിവന്റെ സന്നിധിയിൽ ചെന്നു. യുദ്ധവൃത്താന്തം ഓരോന്നും ക്രമത്തിനനുസരിച്ച് മഹാദേവനെ കേൾപ്പിച്ചു. ദാനവരുടെ നാശത്തെപ്പറ്റി കേട്ട് ശംഭു ഒന്ന് ചിരിച്ചു. 1,00,000 ദാനവന്മാർ ഇപ്പോൾ രണഭൂമിയിൽ അവശേഷിച്ചിട്ടുണ്ട്. വിഴുങ്ങുന്നതിനിടയിൽ വായിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അവരൊക്കെ. ബാക്കി എല്ലാവരെയും ഞാനിതാ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കണു എന്ന് പറഞ്ഞു. യുദ്ധത്തിൽ ദാനവശ്രേഷ്ഠനായ ശംഖചൂഡനെ കൊല്ലാൻ താൻ പാശുപതാസ്ത്രം എടുത്തപ്പോൾ അവനിപ്പോൾ അവധ്യനാണ് എന്ന അശരീരി ഉണ്ടായതും മഹാദേവനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ രാജാവ് മഹാജ്ഞാനിയും വലിയ പരാക്രമങ്ങളിലുള്ളവനുമാണ്. എൻ്റെ സകല അസ്ത്രങ്ങളെയും അവൻ മുറിച്ചു കളഞ്ഞു. ഒരു അസ്ത്രം പോലും എനിക്ക് എൻ്റെ നേർക്ക് അവൻ പ്രയോഗിച്ചതുമില്ല എന്ന വൃത്താന്തങ്ങളെയൊക്കെ ശിവനോട് പറയുന്നതോടുകൂടി 22-ാമത്തെ അധ്യായം സമാപിക്കണു. ഇനി ആ ശംഖചൂഡന്റെ കവചം അപഹരിക്കുന്ന ഭാഗങ്ങളെയാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് അവലോകനം ചെയ്യാനുള്ളത്. നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം.
സമയം കഴിഞ്ഞിരിക്കുന്ന ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീഹരയേ നമഃ.